ഫാമിലിയെ കുറിച്ചിട്ട് എന്താ മോനെ കുറിച്ചിട്ട് ഒക്കെ നമുക്ക് അറിയണം എന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് വീട്ടിലത്തെ വിശേഷങ്ങൾ പറയും? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. മോൻ എന്ത് ചെയ്യുന്നു? മോന്റെ പേര് അർഹാൻ. അർഹാൻ. ഓക്കെ. അപ്പൊ അർഹാൻ എന്ത് ചെയ്യുന്നു? അർഹാൻ ഇപ്പം 6th സ്റ്റാൻഡേർഡിലാണ്. അർഹാന് എന്തെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചോ? ആസ് എ മദർ അവന് പാട്ട് പാടാനോ വരയ്ക്കാനോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും? പാട്ട് ഇടക്കൊക്കെ ഇങ്ങനെ പാടാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫുൾ ടൈം ഫോണിൽ ഗെയിം കളിക്കുകയാണ്. അല്ലാത്ത പക്ഷം ഇത് വെരി സ്മാർട്ട് കിഡ്. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്, സെൻസിബിൾ ആയിട്ടുള്ളൊരു മോനാണ്. നല്ല മോനാണ്. ഈ അഭിനയത്തിലേക്ക് വരണം എന്നുള്ളത് വളരെ കുഞ്ഞിലെ മുതലുള്ളൊരു ആഗ്രഹമായിരുന്നോ, അതെയോ യാദർശികമായി എത്തിപ്പെട്ടതാണോ? കലാപരമായിട്ട് ക്രിയേറ്റീവായിട്ട് എനിക്ക് ആ ഏരിയക്ക് ഭയങ്കര ഞാൻ എൻജോയ് ആയിരുന്നു. സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽസിനാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനില്ല, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ എങ്ങാനും ഇപ്പൊ ഒരു നടിയായില്ലായിരുന്നെങ്കിൽ വേറെ എന്തൊരു ജോലിയിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാ? ഞാൻ അതിനും ഒരു MNCയിൽ വർക്ക് ചെയ്യായിരുന്നു. പുറത്ത് എവിടെയെങ്കിലും എനിക്ക് ആഗ്രഹമായിരുന്നു, പുറത്ത് ഓസ്ട്രേലിയയിൽ. ബിക്കോസ് എൻ്റെ കൂടെ പഠിച്ച ലൈക്ക് 80% ആൾക്കാരും അവിടെയാണ് ഇപ്പൊ സെറ്റിൽഡ്. എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ശ്രിന്തയുടെ ഒരു ഫ്രണ്ട് സർക്കിളിനെ കുറിച്ചിട്ടൊക്കെ പറയൂ. ഇവിടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു നല്ല ഫ്രണ്ട്സ് ആരൊക്കെയാണ്? അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒരാളുടെ പേര് പറയാ കുറച്ച് ടഫാണ്. ബിക്കോസ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. നമ്മളിപ്പം ചില ആൾക്കാരുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യും, ചില ആൾക്കാരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ഫ്രണ്ട്സാണ്. അങ്ങനെ ഒരാളെ നെയിം ചെയ്ത് പറയാനാണെങ്കിൽ മാളവിക മോഹനൻ എന്റെ നല്ല ക്ലോസ് ഫ്രണ്ടാണ്. ശരി, മാളവിക മോഹൻ. നിങ്ങൾ ഒരുമിച്ച് ട്രിപ്പും കാര്യങ്ങളും ഞങ്ങള് അങ്ങനെ ഇടയ്ക്ക് കാടുകളിലോട്ട് യാത്ര പോകാറുണ്ട്. അതെ അതെ. എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന, ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സുഹൃത്താണ്. ഓക്കെ, അടിപൊളി. അപ്പൊ അതൊക്കെയാണ് ശ്രിന്തയുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ആൻഡ് നമുക്ക് ഇനി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമാണ്. ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിമാണ്. വിഷ്വൽസ് നമ്മൾ കാണിക്കും, അതെല്ലാം കൂടി മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാട്ട് കിട്ടും. അപ്പൊ റെഡി അല്ലേ? ഓക്കെ, റെഡി. നമുക്ക് നോക്കാം ഇത് എന്തൊക്കെയാണെന്ന് ഒന്ന് വേർഡ് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടും. പാടം. ഓക്കെ, സംഭവം കറക്റ്റ് ആണ്. പക്ഷെ പാടത്തിന് നമ്മള് വേറൊരു വേർഡ് കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. ചിലപ്പോ പാട്ടില് വരുന്നത് പാടത്തിനേക്കാളും വേറൊരു വേർഡ് ആയിരിക്കും. കിളി. ആ കിളി എന്ത് കിളിയാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആ പാട്ട് കിട്ടും. അതായത് കാക്ക, തത്ത, കുരുവി എന്നൊക്കെ പറയുന്ന പോലെ, കുയിൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പേര് ആ കിളിക്ക് കൊടുത്ത ഒരു പാട്ട് കിട്ടും. ഇത് ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇതെന്താണ്? കറുക. കറുക എന്ന് പറഞ്ഞൊരു പുല്ലില്ലേ, കറുക, അതാണ് അത്. അപ്പിനി ഒന്ന് കണക്ട് കുരുവി. തന്നെ ഒന്നാണ് പാടിക്കേ. കറുകവയൽ കുരുവി, മുറിവാലൻ കുരുവി, കതിരാടും വയലിൽ ചെറുകാവൽക്കാരി. ഇത് വളരെ രസകരമായിട്ട് പറഞ്ഞു. എന്റെ ഒരു സഹായമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പറഞ്ഞു. ഇനി അടുത്ത് നോക്കാം. ഇതെന്തത്? പൂച്ച, കുട്ടി, പുലി. ഇതെന്താ? ഇയാളാരാ? ഇത് നോക്ക്. ഇതെന്താണ് പറയൂ? പൂച്ച. പൂച്ച. ഇത് ഒരു പെണ്ണ്. അപ്പൊ ഇത് രണ്ടും ഒന്ന് പറഞ്ഞു നോക്കിയേ. പൂച്ചപ്പെണ്ണ. പൂച്ചപ്പെണ്ണ്. പുലി. ചെക്കനാ? ചെക്കനല്ല. ആക്ഷൻ മുദ്ര ശ്രദ്ധിക്കൂ കുട്ടി, മുദ്ര. പൂച്ചപ്പെണ്ണെ, പുലി പിടിക്കുന്ന. ഈ പൂച്ച എന്നൊക്കെ കാണുമ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തുണ്ടായേ? പൂച്ച അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. പൂച്ച പെണ്ണെ, പുലിയാണ് ഞാൻ, നിന്നെ എലിയാക്കും ഞാൻ. അതാണ് പൂച്ച പെണ്ണെ, പുലിയാണ് ഞാൻ. ഇത് ഭയങ്കര തോറ്റു എന്ന് പറയാം, എന്നാലും ആവറേജ്. അതെ, ജസ്റ്റ് പാസ്. അടുത്ത നോക്കാം. അയ്യോ, എന്തത്? ക്രിക്കറ്റ് വീട് ഉറങ്ങണോ? ക്രിക്കറ്റ് കളിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങിയെന്നോ? അങ്ങനെ ഒരു പാട്ടുണ്ട്.
ഇത് മനസ്സിലായല്ലോ. ആ ക്രിക്കറ്റിന് നമ്മള് ക്രിക്കറ്റ് ആയിട്ട് കാണാതെ ഒന്ന് വേറെ ഫുട്ബോൾ ആയിട്ട് കണ്ടുപോയിക്ക്. ക്രിക്കറ്റിന് ക്രിക്കറ്റ് അല്ലാണ്ട് ഫുട്ബോൾ ഫുട്ബോളും ഹോക്കിയൊക്കെ എന്താണ് സത്യത്തില്? സ്പോർട്സ്. ശരി, സമ്മതിച്ചു, സ്പോർട്സ് ആണ്. ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ സ്പോർട്സ് എന്ന് പറഞ്ഞല്ല, മൊത്തത്തിൽ ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയാ? കളി വീടുറങ്ങി. ശരി ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ബുദ്ധിയുണ്ട്, ബുദ്ധിയുണ്ട്. അതെന്താണത്? സിമ്പിൾ ആണ് ഇത് സത്യത്തില്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ലേ? ആ ഷേപ്പിലിരിക്കുന്ന ഒരു സാധനം എന്താണ്? രക്തചന്ദനോ? രക്തചന്ദനം. രക്തം കൂടെ മാറ്റിയേക്കാം. ചന്ദനം. പൈസയോ? അതെന്താ? അതെന്താ അത്? വീടോ? വീടല്ലോ, വാതിൽ. വാതിൽ. അപ്പൊ ചന്ദനമണിവാതിൽ. മണിവാതിൽ. ബാക്കി എനിക്കറിയില്ല, പാട്ടെനിക്ക് മനസ്സിലായി. എന്നാലും അതിന് ആ വരി ട്യൂണിൽ പഠിക്കാൻ. ചന്ദനമണിവാതിൽ അങ്ങനെ എന്തോ അല്ലേ? അതെ അതെ, ആണോ? കറക്റ്റ്, അതെ. അപ്പോ 4 എണ്ണത്തിനും വളരെയധികം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഗെയിം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ, ഈസി ആയിരുന്നില്ല? കുറച്ച് ചില വേർഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കേറി അങ്ങ് കൊളുത്തും. അതെല്ലാരും അങ്ങനെയാണല്ലോ. സോ അടിപൊളി. താങ്ക് യു.